Good morning. So today we are going to study the chapter 5, that is some examples of surfaces. In this chapter we describe some of the simplest classes of surfaces. Others will be introduced later in the book. നമുക്ക് some simplest classes of surfaces എന്തൊക്കെയാണെന്ന് നോക്കാം. First case is level surfaces. As we have already seen, നമ്മൾ 4.1.3 5 അതുപോലെ എക്സസൈസ് 4.1.3 കണ്ട സർഫസുകളാണ്. Surfaces are often given to us as level surfaces ആയിട്ടാണ് നമുക്ക് തരിക. ഇപ്പോൾ that is of the form set of all xyz belongs to R3 such that f of xyz equal to 0. ഇതാണ് അതിൻ്റെ general form എന്ന് പറയുന്നത്. where f is a smooth function. f എപ്പോഴും ഒരു smooth function ആയിരിക്കും. In those examples, we constructed atlases by fairly ad hoc methods. The following result gives general conditions under which a level surface is a smooth surface. അപ്പം നമുക്കൊരു general conditions ഉണ്ട്, അതായത് ഒരു level surface എപ്പോഴാണ് smooth surface ആവുന്നുള്ളതിന്. In fact, it deals with a slightly more general situation in which different regions of a surface may be defined by different functions. അപ്പോൾ ഒരു സർഫസിൻ്റെ പല റീജിയനുകൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പല ഫങ്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ചില സമയത്ത്, ചില കേസുകളിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാം. സോ തിയറം 5.1, let S be a subset of R3 with the following property. For each point P element of S, there is an open subset W of R3 containing P and a smooth function f from W to R such that S intersection W is equal to set of all xyz belongs to W such that f of xyz is equal to 0. അതായത് എസ് എന്ന് പറയുന്നത് R3യുടെ ഒരു സബ്സെറ്റാണ് വിത്ത് ദി ഫോളോയിങ് പ്രോപ്പർട്ടി. അതായത് ഏതൊരു പോയിന്റ് പി എലമെന്റ് ഓഫ് എസ് എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു ഓപ്പൺ സബ്സെറ്റ് W ഓഫ് R3 കണ്ടുപിടിക്കാൻ പറ്റും കണ്ടെയ്നിങ് പി. ഈ പിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സബ്സെറ്റ് W കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് സ്മൂത്ത് ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് ഈ ഡബ്ല്യൂയിൽ നിന്ന് ആറിലോട്ട് ഒരു സ്മൂത്ത് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് എസ് ഇന്റർസെക്ഷൻ W, ഈ സർഫസിനെ നമ്മൾ W ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ xyz belongs to W സച്ച് ദാറ്റ് f of xyz is equal to 0. പിന്നെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ദി ഗ്രേഡിയന്റ് del f എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് വെക്ടർ ആണ്. ദാറ്റ് ഈസ് എഫ് എക്സ് എഫ് വൈ എഫ് സെഡ്. എഫിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക. സിമിലർലി പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുക ഓഫ് എഫ് ഡസ് നോട്ട് വാനിഷ് അറ്റ് പി. ഈ ഡെൽ എഫ് എന്ന് പറയുന്നത് അറ്റ് പിയിൽ എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. അപ്പോൾ ഈ കേസുകൾ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസുകൾ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെൻ എസ് എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് സർഫസ് ആയിരിക്കും. അപ്പം ഇതാണ് ഒരു ഒരു ലെവൽ സർഫസ് എന്താവാനുള്ള, സ്മൂത്ത് സർഫസ് ആവാനുള്ള ജനറൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ജനറൽ കണ്ടീഷൻസ് ലെവൽ സർഫസ് സ്മൂത്ത് സർഫസ് ആവാനുള്ള ജനറൽ കണ്ടീഷൻ ആണ് ഈ പറയുന്ന രണ്ട് കണ്ടീഷൻസ്. എസ് ഇന്റർസെക്ഷൻ W എന്ന് പറയുന്നത് എന്താവണം? സെറ്റ് ഓഫ് ഓൾ xyz belongs to W such that f of xyz equal to 0 ആവണം. മാത്രമല്ല ഗ്രേഡിയന്റ് del f എന്ന് പറയുന്നത് വാനിഷ് ചെയ്യാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് സർഫസ് ആയിരിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫോർ ദി യൂണിറ്റ് സ്ഫിയർ S2 വി ക്യാൻ ടേക്ക് W ഈക്വൽ ടു R3. അപ്പോൾ യൂണിറ്റ് സ്ഫിയർ S2ന് നമുക്ക് W എന്ന് പറയുന്നത് എന്താ എടുക്കാം? ആ ഓപ്പൺ സബ്സെറ്റ് എന്ന് പറയുന്നത് ഹോൾ R3 ഒക്കെ എടുക്കാം. R3 ഓപ്പൺ ആണല്ലോ. ആൻഡ് യൂസ് ദി സിംഗിൾ ഫംഗ്ഷൻ f of xyz is equal to set of all f of xyz എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ x² + y² + z² - 1 ആയി എടുത്തു. യൂണിറ്റ് സ്ഫിയർ ആണ്, 0 സെൻട്രോയിഡ് റേഡിയസ് 1 ആയി വരുന്ന സർക്കിളാണ്. അപ്പോൾ f of xyz equal to 0 എന്നുള്ള ഫോം കിട്ടും. ദെൻ del f എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എഫ് എക്സ് എഫ് വൈ എഫ് സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2x 2y 2z. സോ നോം ഓഫ് del f എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് S². അപ്പോൾ നോം ഓഫ് del f എന്ന് പറയുന്നത് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും 2 ആയിരിക്കും. അപ്പോൾ ആ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇൻ പെർട്ടിക്കുലർ del f is non-zero everywhere on S2. സോ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ തിയറം 5.1 യൂസ് ചെയ്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? S2 എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് സർഫസ് ആണെന്ന് പറയാൻ പറ്റും. അതായത് സ്ഫിയർ ഒരു സ്മൂത്ത് സർഫസ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഫോർ ദി സർക്കുലർ കോൺ. സർക്കുലർ കോൺ എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ f of xyz is equal to x² + y² - z² ആണ് സർക്കുലർ കോൺ. ഹെൻസ് del f എന്തായിരിക്കും ആ കേസിൽ? 2x 2y - 2z ആണ്.
and this vanishes only at the vertex. X ഉം y ഉം z ഉം 0 എന്ന കേസിൽ മാത്രമാണ് ഇവിടെ del f 0 ആവുള്ളൂ, vertexൽ മാത്രം. So theorem 5.1 applies with w is equal to set of all x, y, z belongs to R3 such that z is not equal to 0. അപ്പോൾ നമ്മൾ w എന്ന് പറയുന്ന സെറ്റ് എന്താക്കി ചൂസ് ചെയ്താൽ മതി? z 0 ആവാത്ത ബാക്കിയെല്ലാ എക്സ് വൈ സെഡ് പോയിന്റ്സുകളും കൺസിഡർ ചെയ്യാണ്. അപ്പം ആ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? del f ഒരിക്കലും വാനിഷ് ചെയ്യില്ല. അപ്പം നമുക്ക് ആ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. സോ സർക്കുലർ കോൺ വിത്ത് വെർട്ടെക്സ് റിമൂവ്ഡ് ഇസ് എ സ്മൂത്ത് സർഫസ്. അപ്പം അതിൻ്റെ വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടെക്സിലാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് തന്നെ വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്മൂത്ത് സർഫസ് ആയിരിക്കും. A large class of level surfaces is studied in the next section. Next we are going to see the applications of inverse function theorem. In this section we give the proofs of proposition 4.2.6 and 4.4.6, also theorem 5.1.1. Suppose that f is a function from u to Rn, that is a smooth map where u is an open subset of Rm. If we write u1 tilde etc. un tilde equal to f of u1 u2 etc. um, f എന്ന് പറയുന്നത് യുവിൽ നിന്ന് ആറിൻ്റെയുള്ള ഒരു സ്മൂത്ത് മാപ്പാണ്. യു എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സബ്സെറ്റ് ഓഫ് Rm ആണ്. സോ നമ്മൾ u1 tilde etc. un tilde f of u1 u2 etc. um എന്ന് എഴുതുകയാണെങ്കിൽ then Jacobian matrix of f എന്തായിരിക്കും? അതായത് ഡോ എഫ് ബൈ ഡോ u1, എഫിനെ വിത്ത് റെസ്പെക്ട് ടു u1 ചെയ്യുമ്പോൾ നമുക്ക് ദാറ്റ് ഇസ് u1 tilde വിത്ത് റെസ്പെക്ട് ടു u1 ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആണ്. അങ്ങനെ നമുക്ക് ജക്കോബിയൻ മെട്രിക്സ് കിട്ടും. അതുപോലെ ഡോ u1 tilde ബൈ ഡോ u2 എക്സെട്ര നമുക്ക് ജക്കോബിയൻ മെട്രിക്സിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ദിസ് ഹാസ് ഓൾറെഡി being used in the case m equal to n equal to 2 നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് മുന്നത്തെ സെക്ഷനിൽ. ബട്ട് നൗ വി ഷാൾ നീഡ് ഇറ്റ് ഇൻ അതർ കേസസ് ടു. അപ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണ്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു m/n മെട്രിക്സ് ആയിരിക്കും. m റോസും n കോളംസും ഉണ്ട്. So the main tool that we use is the following theorem, inverse function theorem. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് തിയറം ആണ്, എക്സാമിന് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു തിയറം ആണ്. സോ ഇതെന്തായാലും മനസ്സിലാക്കി വെക്കണം. Let f from u to Rn എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് മാപ്പാണ്. ഡിഫൈൻഡ് ഓൺ എൻ ഓപ്പൺ സബ്സെറ്റ് u of Rn ആണ്. n is greater than or equal to 1. ഇപ്പോൾ u എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സബ്സെറ്റ് ആണ്. എഫ് എന്ന് പറയുന്നത് യുവിൽ നിന്ന് Rnലോട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സ്മൂത്ത് മാപ്പാണ്. Assume that at some point x naught element of u, യുവിലുള്ള ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു ആർബിട്രറി പോയിന്റ് x naught element of യുവിൽ ദ ജക്കോബിയൻ മെട്രിക്സ് ജെ ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇൻവേർട്ടിബിൾ ആയിരിക്കും. നമ്മളിപ്പോൾ മേലെ കണ്ട ജക്കോബിയൻ മെട്രിക്സ്, ആ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണ്, അതായത് അതിൻ്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്. ദെൻ ദർ ഇസ് എൻ ഓപ്പൺ സബ്സെറ്റ് വി ഓഫ് Rn. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഓപ്പൺ സബ്സെറ്റ് വി ഓഫ് Rn കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് എ സ്മൂത്ത് മാപ്പ് ജി ഫ്രം വി ടു Rn, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സ്മൂത്ത് മാപ്പ് ജി ഫ്രം വി ടു Rn കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് y നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ബിലോങ്സ് ടു വി. y നോട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു, അതായത് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ y നോട്ടിന് പേര് കൊടുത്തു, അതെന്ന് പറയുന്നത് ഈ വിയിൽ ഉണ്ടായിരിക്കും. സിമിലർലി ജി ഓഫ് y നോട്ട് എന്തായിരിക്കും? എക്സ് നോട്ട് ആയിരിക്കും. അതായത് ഈ ജി എന്ന് പറയുന്നത് എഫിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യും. സോ ജി ഓഫ് y നോട്ട് എന്ന് പറയുന്നത് എക്സ് നോട്ട് ആയിരിക്കും. ജി ഓഫ് വി എന്ന് പറയുന്നത് കണ്ടെയ്ൻഡ് ഇൻ യു ആയിരിക്കും. ജി ഓഫ് വി ഇസ് ആൻ ഓപ്പൺ സബ്സെറ്റ് ഓഫ് Rn ആയിരിക്കും. എഫ് ഓഫ് ജി ഓഫ് y എന്ന് പറയുന്നത് ഈക്വൽ ടു y ഫോർ ഓൾ y ബിലോങ്സ് ടു വി. അതായത് എഫ് കമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മാപ്പ് ഓൺ വി ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇൻ പെർട്ടിക്കുലർ ജി ഫ്രം വി ടു ജി ഓഫ് വി ആൻഡ് എഫ് ഫ്രം ജി ഓഫ് വി ടു വി ആർ ഇൻവേഴ്സ് ബൈജക്ഷൻസ്. സോ ജി എന്ന് പറയുന്നത് വിയിൽ നിന്ന് ജി ഓഫ് വിയിലോട്ടും എഫ് എന്ന് പറയുന്നത് ജി ഓഫ് വിയിൽ നിന്ന് വിയിലോട്ടുമുള്ള ഇൻവേഴ്സ് ബൈജക്ഷൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. Thus the inverse function theorem says that if Jacobian of f എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ് at some point, then f is bijective near that point and its inverse map is smooth. സോ ജക്കോബിയൻ ഓഫ് എഫ് ഇൻവേർട്ടിബിൾ ആണ് പെർട്ടിക്കുലർ പോയിന്റ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ആ പോയിന്റിൽ ബൈജക്റ്റീവ് ആയിരിക്കും, മാത്രമല്ല അതിൻ്റെ ഇൻവേഴ്സ് മാപ്പ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും. സോ പ്രൂഫ് ഓഫ് ദിസ് തിയറം ക്യാൻ ബി ഫൗണ്ട് ഇൻ ബുക്സ് ഓൺ മൾട്ടിവേരിയബിൾ കാൽക്കുലസ്. സോ ഇത് യൂസ് ചെയ്തിട്ട് ആസ് എ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് തിയറം 5 വി കംപ്ലീറ്റ് ദി പ്രൂഫ് ഓഫ്, നമുക്ക് ഇതിന് മുന്നത്തെ പ്രൊപ്പോസിഷൻസിൻ്റെ ഒക്കെ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
സോ അത് നിങ്ങൾക്ക് ഒരു എക്സസൈസ് ആയിട്ട് ഞാൻ തരികയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതായത് വൺ പാർട്ട് ഇംപ്ലിക്കേഷൻസ് ഒക്കെ പ്രൂവ് ചെയ്യാൻ ബാക്കിയുള്ളൂ. അത് നിങ്ങൾ തിയറം പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇത് വെച്ച് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ചാപ്റ്റർ 6 സെക്ഷൻ 1 കൂടെയാണ് ഉള്ളത്. സോ ചാപ്റ്റർ 6 the fundamental first form. The first fundamental form. So chapter 6 the first fundamental form. Perhaps the first thing that a geometrically inclined bug living on a surface might wish to do is to measure the distance between 2 points of the surface. അപ്പോൾ സർഫസിലുള്ള 2 പോയിന്റ്സിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം? Of course, this will usually be different from the distance between these points as measured by an inhabitant of the ambient 3-dimensional space. Since the straight line segment which furnishes the shortest path between the points in R3 will generally not be contained in the surface. അപ്പോൾ നമുക്ക് ഈ R3യിൽ എങ്ങനെ ഈ ഡിസ്റ്റൻസ് കൺസെപ്റ്റ് പറയാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. So the object that allows one to compute lengths on surface and also angles and areas is the first fundamental form of the surface. ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് സെക്ഷനാണ് പഠിക്കാനുള്ളത്. ദറ്റ് ഈസ് ലെങ്ത്സ് ഓഫ് കർവ്സ് ഓൺ സർഫസസ്. സർഫസിലുള്ള കർവുകളുടെ ലെങ്ത് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇഫ് എ ബഗ് geometer walks along a curve gamma on a surface, the distance he travels is, അപ്പോൾ നമുക്ക് എസ്സിലുള്ള ഒരു കർവിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഗിവൺ ബൈ ഇന്റഗ്രൽ നോം ഓഫ് ഗാമ ഡോട്ട് ടി ഡി ടി. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് സിംഗിൾ ഇന്റഗ്രൽസിൽ. ബട്ട് ടു കമ്പ്യൂട്ട് ദിസ് ഹി വുഡ് നീഡ് to be able to find the length of tangent vectors to the surface such as gamma dot which in turn can be computed from the object in the following definition. അപ്പോൾ ഇവിടെ gamma dot ഒക്കെ കമ്പ്യൂട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. So let P be a point of a surface S. The first fundamental form of S at P associates to tangent vectors VW belongs to TPS. അതായത് ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫോം ഓഫ് എസ് എറ്റ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ടാൻജന്റ് വെക്ടേഴ്സ് വി ഡബ്ല്യു എടുക്കുകയാണ്. ടി പി എസിലുള്ള 2 ടാൻജന്റ് വെക്ടേഴ്സ് വിയും ഡബ്ല്യു എടുക്കുകയാണെങ്കിൽ സ്കെയിലാർ ദറ്റ് ഈസ് ഇതിനിപ്പോൾ ഒരു നൊട്ടേഷൻ പ്രൊഡക്റ്റ് പോലത്തെ ഒരു നൊട്ടേഷൻ കാണിക്കുകയാണ്. ദിസ് ഇസ് ദി ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫോം ഓഫ് എസ് എറ്റ് പി എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഡോട്ട് ഡബ്ല്യു ആണ്. So the first fundamental form of S at P associates to tangent vectors. ഏത് 2 ടാൻജന്റ് വെക്ടേഴ്സ് വി ഡബ്ല്യു എടുത്തു കഴിഞ്ഞാലും അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് നമുക്കൊരു സ്കെയിലാർ ബി ഡോട്ട് ഡബ്ല്യു കണ്ടുപിടിക്കാൻ പറ്റും. Thus is just the dot product. ഇവിടെ ഇന്ന പ്രൊഡക്റ്റ് ഓഫ് വി ഡബ്ല്യു ഓവർ പി എസ് എന്ന് പറയുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ബട്ട് റെസ്ട്രിക്റ്റഡ് ടു ടാൻജന്റ് വെക്ടേഴ്സ് ടു എസ് അറ്റ് പി. ഇവിടെ നമ്മൾ ടാൻജന്റ് വെക്ടേഴ്സിൽ അതിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതെന്ന് മാത്രം. We shall usually omit one or both of the subscripts unless there is some danger of confusion as to. അപ്പോൾ നമുക്കിവിടെ സബ്സ്ക്രിപ്റ്റ് ഒമിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ദ ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫോം, ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫോം ഈ നൊട്ടേഷന്. ദറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ ഇന്നർ പ്രൊഡക്റ്റ്. അതൊരു ഇന്നർ പ്രൊഡക്റ്റിന് എക്സാമ്പിൾ ആണ്. ഇന്നർ പ്രൊഡക്റ്റിന്റെ എല്ലാ ആക്സൻസും അത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ദിസ് ഫോളോസ് ഇമ്മീഡിയറ്റ്ലി ഫ്രം ദി ഫാക്ട് ദാറ്റ് ദി ഡോട്ട് പ്രൊഡക്റ്റ് ഡിഫൈൻസ് ആൻ ഇന്നർ പ്രൊഡക്റ്റ് ഓൺ R3. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ ഇന്നർ പ്രൊഡക്റ്റ്. In traditional works on this subject, the first fundamental form looks slightly different. Suppose that sigma of uv or a surface patch of S ആണ്, then any tangent vector to S at a point P in the image of sigma can be expressed uniquely as a linear combination of sigma u and sigma v. അപ്പോൾ ഏതൊരു സർഫസ് പാച്ച് സിഗ്മ ഒരു സർഫസ് പാച്ച് ആണ്. ഏതൊരു ടാൻജന്റ് വെക്ടർ എടുത്തു കഴിഞ്ഞാലും സിഗ്മയുടെ ഇമേജിലുള്ള ഏതൊരു ടാൻജന്റ് വെക്ടർ എടുത്തു കഴിഞ്ഞാലും അതിനെ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് സിഗ്മ യു സിഗ്മ വി ആയിട്ട് എഴുതാൻ പറ്റും. നമ്മൾ മാപ്സ് ഡിഫൈൻ ചെയ്യാണ്. ഡി യു ഫ്രം ടി പി എസ് ടു ആറും ഡി വി ഫ്രം ടി പി എസ്. ടാൻജന്റ് പ്ലെയിനിൽ നിന്ന് മാപ്സ് ഡിഫൈൻ ചെയ്യാണ് ഡി യു ഡി പി എന്ന് പറഞ്ഞിട്ട്. എങ്ങനെ? ഡി യു ഓഫ് വി എന്ന് പറയുന്നത് ലാംഡയാണ്. ഡി യു ഓഫ് വി എന്ന് പറയുന്നത് മ്യൂ ആണ്. ഇഫ് വി ഈസ് ഈക്വൽ ടു ലാംഡ സിഗ്മ യു പ്ലസ് മ്യൂ സിഗ്മ വി ആണെങ്കിൽ ഫോർ സം ലാംഡ മ്യൂ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. സോ ഇറ്റ് ഈസ് ഈസി ടു സീ ദാറ്റ് ഡി യു ആൻഡ് ഡി വി എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ മാപ്സ് ആണ്. അത് നമുക്ക് ലീനിയാരിറ്റി ചെക്ക് ചെയ്യാം. Then using the fact that first fundamental form എന്ന് പറയുന്നത് സിമെട്രിക് ബൈലീനിയർ ഫോം ആയത് കാരണം
അതായത് വിത്ത് റെസ്പെക്ട് ടു ടു വേരിയബിൾസ് അതെന്താണ് സിമെട്രിക് ബൈലീനിയർ ഫോമാണ്. സോ ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫോം ഓഫ് വി വി എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ സിഗ്മ യു പ്ലസ് 2 ലാംഡ മ്യൂ സിഗ്മ വി പ്ലസ് മ്യൂ സ്ക്വയർ സിഗ്മ വി എന്ന് കിട്ടും. റൈറ്റിംഗ് E is equal to norm of sigma u square, F is equal to sigma u dot sigma v, G is equal to norm of sigma v square. നമുക്ക് എന്ത് കിട്ടും? ഇത് ഇവിടെ നമുക്ക് E, F, G എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫോം ഓഫ് വി വി എന്ന് പറയുന്നത് E ലാംഡ സ്ക്വയർ പ്ലസ് 2 F ലാംഡ മ്യൂ പ്ലസ് G മ്യൂ സ്ക്വയർ എന്ന് കിട്ടും. അതിൽ ലാംഡയ്ക്ക് പകരം നമുക്ക് ഡി യു ഓഫ് വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ലാംഡ സ്ക്വയർ ഡി യു ഓഫ് വി ഹോൾ സ്ക്വയർ ആയിരിക്കും. അതുപോലെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ട്രഡീഷണലി എക്സ്പ്രഷൻ ഇ ഡി യു സ്ക്വയർ പ്ലസ് 2f ഡി യു ഡി വി പ്ലസ് ജി ഡി വി സ്ക്വയർ ഈസ് കോൾഡ് ദി ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫോം ഓഫ് ദി സർഫസ് പാച്ച് സിഗ്മ യു വി. അപ്പോൾ ഈ സർഫസ് പാച്ചിന്റെ ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോമാണ്. ഇ ഡി യു സ്ക്വയർ പ്ലസ് 2f ഡി യു ഡി വി പ്ലസ് ജി ഡി വി സ്ക്വയർ എന്ന് പറയുന്ന ഫോമാണ്. Note that the coefficients E, F, G and the linear maps du, dv depend on the choice of surface patch for S. But the first fundamental form itself depends only on S and P. അപ്പോൾ സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷെ ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫോം എന്ന് പറയുന്നത് എസിനെയും പിന്നെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ഇഫ് ഗാമ എന്ന് പറയുന്നത് ഒരു കർവ് ആണ് ലൈങ് ഇൻ ദി ഇമേജ് ഓഫ് എ സർഫസ് പാച്ച് സിഗ്മയുടെ ഇമേജിൽ കിടക്കുന്ന ഒരു കർവ് ആണ് ഗാമ എങ്കിൽ വി ഹാവ് ഗാമ ഓഫ് ടി ഈക്വൽ ടു സിഗ്മ ഓഫ് യു ടി വി ടി ആയിരിക്കും ഫോർ സം സ്മൂത്ത് ഫംഗ്ഷൻസ് യു ടി ആൻഡ് വി ടി. ദെൻ ഡിനോട്ടിങ് നമ്മൾ ഡി ബൈ ഡിനെ ഡോട്ട് വെച്ച് ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗാമ ഡോട്ട് എന്തായിരിക്കും യു ഡോട്ട് സിഗ്മ യു പ്ലസ് ബി ഡോട്ട് സിഗ്മ വി ആയിരിക്കും ചെയിൻ റൂൾ യൂസ് ചെയ്യുമ്പോൾ. സോ അതിൻ്റെ ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫോം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇ യു ഡോട്ട് സ്ക്വയർ പ്ലസ് 2f യു ഡോട്ട് വി ഡോട്ട് പ്ലസ് ജി വി ഡോട്ട് സ്ക്വയർ എന്ന് കിട്ടും. ആൻഡ് ലെങ്ത് ഓഫ് ഗാമ ഇസ് ഗിവൻ ബൈ അതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. നോമ എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫോം ഡി ടി എന്ന് വരും. കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. സിമ്പിൾ എക്സാമ്പിൾസ് ആണ്, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. സോ യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു കൻ ആസ്ക് മീ ലേറ്റർ. ഓക്കെ, സോ ദിസ് ചാപ്റ്ററിൽ നമുക്ക് ഈ സെക്ഷൻ 1 മാത്രമേ ഉള്ളൂ. സോ ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കണേ. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ചെയ്തു, അത് യൂണിറ്റ് 3 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് യൂണിറ്റ് 4 ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.